അർജുൻ ചോദിക്കുകയാണ്, അങ്ങേ എപ്പോഴും സ്മരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം ഭഗവാൻ പറയുകയാണ്, ഞാൻ പറഞ്ഞു തരാം അർജുന, ഇത് അറിവുകളിൽ വെച്ച് ഏറ്റവും വലിയ അറിവാണ്, ഏറ്റവും വലിയ രഹസ്യമാണ്, പരമോന്നതമായിട്ടുള്ള ധർമ്മം ഇത് തന്നെയാണ്. അതിതാണ്, നീ കേൾക്കൂ. യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ എല്ലാവർക്കും ഒരേ ഒരു കർത്തവ്യമേ ഉള്ളൂ, എന്നെ ആരാധിക്കുക എന്നത്, എൻ്റെ സേവനം ചെയ്യുക, എന്നെ സ്നേഹിക്കുക എന്നത് മാത്രമേ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഉള്ള ഒരേ ഒരു കർത്തവ്യം. പക്ഷെ മൂഢരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ പരമസത്യത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവർ വിചാരിക്കുന്നു ഞാനൊരു സാധാരണ മനുഷ്യനാണെന്ന്. അവർക്ക് എൻ്റെ അതീന്ദ്രിയ അവസ്ഥയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞാൻ പരമോന്നതനായിട്ടുള്ള ഈശ്വരനാണെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷേ ബുദ്ധിമാനായിട്ടുള്ള വ്യക്തികൾ സദാസമയവും എൻ്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും, എൻ്റെ നാമം ജപിക്കും, എൻ്റെ കീർത്തികൾ ആലപിച്ചും എനിക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അവരെപ്പോഴും എൻ്റെ കീർത്തികൾ ആലപിച്ച് എനിക്ക് വേണ്ടി തുടർച്ചയായിട്ട് ഉറച്ച തീരുമാനത്തോടുകൂടി എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് തടസ്സങ്ങളെ ഒന്നും വകവയ്ക്കാതെ അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അവരെപ്പോഴും എൻ്റെ മുമ്പിൽ നമസ്കരിക്കും, എന്നെ ആരാധിക്കും, ഹൃദയാംഗതമായിട്ട് എന്നെ സ്നേഹിക്കും. അങ്ങനെയുള്ള വ്യക്തികളെ ഞാൻ സ്വയം അവരെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. അവർ സ്നേഹത്താൽ എനിക്കൊരു ഇല നൽകിയാലും, ഒരു പുഷ്പം നൽകിയാലും, ഒരു പഴം നൽകിയാലും, കുറച്ച് വെള്ളം നൽകിയാൽ പോലും ഞാനത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. അതുകൊണ്ട് അർജുന, നീ എന്തൊക്കെ ചെയ്യുന്നുവോ അത് എനിക്ക് വേണ്ടി ചെയ്യുക. കുന്തിപുത്ര, അതിലൂടെ നീ ആഗ്രഹിക്കുന്ന എല്ലാം നിനക്ക് ലഭിക്കും. നിന്റെ മനസ്സിനെ സദാസമയവും എൻ്റെ ചിന്തകളിൽ മഗ്നനാക്കുക, എൻ്റെ ഭക്തനാകുക, എൻ്റെ മുമ്പിൽ നമസ്കരിക്കുക, എന്നെ ആരാധിക്കുക. അങ്ങനെ നീ എന്നിൽ തന്നെ മഗ്നനായിരിക്കുമ്പോൾ നീ തീർച്ചയായിട്ടും എൻ്റെ അടുത്തേക്ക് എത്തും. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും പരമോന്നത ലക്ഷ്യമായ എൻ്റെ അടുത്തേക്ക് നിനക്ക് എത്താൻ കഴിയും. ഇതെല്ലാം കേട്ടപ്പോൾ അർജുനാകെ സ്തംഭിച്ചിരിക്കും.